പട്ടികവിഭാഗത്തിൽപ്പെട്ട 17 വിദ്യാർത്ഥികളെ പൈലറ്റുമാരാക്കി സംസ്ഥാന സർക്കാർ. 2 LDF സർക്കാരുകളുടെ കാലത്തായി വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നതിന് സഹായം നൽകിയെന്ന് സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി. മന്ത്രി OR കേളു നിയമസഭയെ രേഖാമൂലം അറിയിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പറക്കാനുള്ള വാതായനം തുറന്നു നൽകുകയാണ് നമ്മുടെ സർക്കാരുകൾ. 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 17 വിദ്യാർത്ഥികൾക്ക് പൈലറ്റ് ആകുന്നതിനുള്ള ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നതിന് ധനസഹായം നൽകി. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 5 പട്ടികജാതി വിദ്യാർത്ഥികൾക്കും 3 പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും 2 പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ 10 വിദ്യാർത്ഥികൾക്ക് പൈലറ്റ് ആകുന്നതിനുള്ള ഏവിയേഷൻ കോഴ്സ് പഠിക്കുന്നതിന് സർക്കാർ ധനസഹായം നൽകി. ഇതിനായി സർക്കാർ ചെലവഴിച്ചത് 1,85,94,000 രൂപ. 1ാം പിണറായി സർക്കാർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 5 വിദ്യാർത്ഥികൾക്കും 2 പട്ടികവർഗ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 7 വിദ്യാർത്ഥികളെ പൈലറ്റ് ആകുന്നതിനുള്ള ഏവിയേഷൻ കോഴ്സ് പഠിപ്പിച്ചു. ചെലവ് 74,62,320 രൂപ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പഠിച്ചു പൈലറ്റുമാരായത് 7 വിദ്യാർത്ഥികൾ. ചെലവ് 86,49,620 രൂപ. കഴിഞ്ഞ 9 വർഷത്തിനിടെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട 1,139 വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിനായി സർക്കാർ കടൽ കടത്തി. 1059 പട്ടികജാതി വിദ്യാർത്ഥികളെയും 80 പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ പഠനത്തിന് അയച്ചു. വിദേശ സ്കോളർഷിപ്പിനായി ചെലവഴിച്ചത് 223,73,49,907 രൂപ. 2024 ജനുവരി മുതൽ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ് എന്ന സർക്കാർ ഏജൻസി മുഖേനയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശ പഠന സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഒരു വർഷം കൊണ്ട് മാത്രം 87,44,93,973 രൂപ ഒഡാപെക് മുഖേന വിദേശ പഠനത്തിനായി സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.